സോഷ്യൽ മീഡിയ. ഇപ്പൊ സോഷ്യൽ മീഡിയയില് നികേഷ് കുമാർ ചെയ്യുന്നു, അതുപോലെ കഴിഞ്ഞ നമ്മൾ കണ്ടു പഞ്ചായത്ത് ഇലക്ഷനിലെ ആ പാട്ട് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട്, അത് വളരെ വൈറലായി. അതൊരു പുതിയ ഒരു ഘടകമല്ലേ കേരളത്തിലെ ഇലക്ഷൻ, ഈ സോഷ്യൽ മീഡിയയുടെ ബിൽഡപ്പുകൾ? പ്രധാനപ്പെട്ട വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ പറഞ്ഞത്. അത് പ്രധാന ഘടകമാണ്. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് കഴിഞ്ഞ കുറച്ചു കാലം തന്നെ നമ്മുടെ സമൂഹത്തിലും എല്ലാം അനുഭവപ്പെടുന്ന കാര്യമാണ്. കാര്യം രാഷ്ട്രീയ പ്രചരണത്തിനെ ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയുടെ വലിയ റോള് അനുഭവപ്പെടുന്നുണ്ട്. കാരണം അതിലൂടെ നടക്കുന്ന മെസ്സേജിങ്, അതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള പുതിയ വിഷയങ്ങൾ കൊണ്ടുവരാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ക്യാമ്പയിനെയും ഇഷ്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതിനുള്ള ഇന്റർവെൻഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യം, ശബരിമല സംഭവം നടക്കുന്ന സമയത്ത്, കൊള്ള നടക്കുന്ന സമയത്ത് അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത, അങ്ങനെ തീരെ ആരും അറിയാത്ത ഒരാള് വളരെ പാരഡി, അതായത് ഇത് വൈറലാവുമ്പോൾ ഇലക്ഷൻ ക്യാമ്പയിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിൽ വൈറലാവുന്ന പ്രതീക്ഷിച്ചൊന്നല്ല ഉണ്ടാക്കിയത്. പക്ഷെ ആ പാട്ടിന്റെ ഒരു എന്താ പറയാ, ആ പാട്ട് ഇപ്പൊ പഴയ ഭക്തിഗാനം ആയതുകൊണ്ടുകൂടി തന്നെ അതിന്റെ ഒരു പാടാനായിട്ടുള്ള സൗകര്യവും അതിന്റെ ട്യൂണിങ്ങും അതിന്റെ ആ സ്വഭാവം എല്ലാം വെച്ചുകൊണ്ട്, അതിന്റെ ആ ഗാന സ്ട്രക്ചർ എല്ലാം വെച്ചുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് പോപ്പുലർ ആവുകയും അത് ഇലക്ഷൻ ഇമ്പാക്ട് ചെയ്ത് CPM വലിയ ക്ഷീണിപ്പിച്ചതാണ്. കാര്യം ഞാൻ നോക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ, എന്റെ വീട്ടില് എന്റെ പരിചയക്കാരന്റെ ഓഫീസിലുള്ള സുഹൃത്തിന്റെ 3 വയസ്സായ പെൺകുട്ടി പാട്ട് പാടുക. ഞാൻ ഒരു ദിവസം വീട്ടിൽ പോകുമ്പോൾ ഈ പാട്ടാ പാടുന്നത് അവര്. അപ്പൊ അത്ര രീതിയിൽ ഇത് പോപ്പുലർ ആവുകയും അപ്പൊ സോഷ്യൽ മീഡിയ എന്നാലും ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പൊ നികേഷിന് ടീമുണ്ട്. പക്ഷെ അവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അവിടെ ഈ സോഷ്യൽ മീഡിയ ഡൈനാമിക്സിന്റെ അകത്തല്ല ക്യാമ്പയിൻ ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം നടക്കുന്ന സൈബർ ബുള്ളിങ്. ഇപ്പൊ CPM വിമർശിക്കുന്ന ആൾക്കാർ അതിഭീകരമായിട്ട് വിമർശിക്കുന്ന തരത്തിൽ അതൊരു സമൂഹത്തിൽ നല്ല എല്ലാവരും സ്വീകരിക്കുന്ന കാര്യ. CPM അകത്ത് സ്വീകരിക്കുക. ഉദാഹരണത്തിന് നമുക്കറിയാം, അടുത്ത കാലത്ത് നടന്നിട്ടുള്ള വലിയ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ. ഇപ്പോ നമ്മൾ ഈ അധിക്ഷേപമായിട്ടുള്ള പല സൈബർ ബുള്ളിങ്, ഞാൻ പ്രത്യേകിച്ച് ഇവന്റ് എടുത്ത് പറയുന്നില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വിഭാഗത്തിന് സന്തോഷം ലഭിക്കുന്നല്ലാതെ അതിന് യാതൊരു അതിൻ്റെ അകത്ത് മറ്റു സമൂഹത്തിനിടയിൽ അതിനോട് എതിർപ്പാണ്ടാവുക. അതായത് വരുന്നൊരു മെയിൻ സ്ട്രീം സമൂഹം അതിനെ എതിർക്കും. അപ്പൊ ഞാനും സാറൊക്കെ ഉൾപ്പെടുന്ന വേറെ സമൂഹത്തിനെ സംബന്ധിച്ച് ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടതാണെന്നും അത് എതിർക്കപ്പെടാനാണെന്ന് ഓരോണ്ടാകും. അപ്പൊ അത് സത്യത്തിൽ ഗുണം ചെയ്യുന്നില്ല. അതായത് മമ്മൂട്ടി സെലിബ്രിറ്റി നിലയ്ക്ക് മമ്മൂട്ടി അവിടെ പോയ പ്രത്യേക ക്വസ്റ്റൻ എടുത്ത സമയത്ത് അത് CPMന്റെ ഒരു ക്യാമ്പയിനെ വല്ലാതെ ബാധിച്ചു. കാര്യം ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചതെന്നൊക്കെ നമ്മൾ CPM സമയം വലിയ ഒരു CPM നിർമ്മിച്ചു കൊടുത്ത പോലെയാണ് ആ സമയത്ത് ക്യാമ്പയിൻ ഉണ്ടായത്. അപ്പൊ അത് വലിയ ക്ഷീണം സംഭവിച്ചു. അപ്പോ ഇത് സ്ട്രാറ്റജിക്കാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് മമ്മൂട്ടിയെ കാഡേഴ്സിനെ കൊണ്ട്, ഇവരുടെ മുഖമില്ലാത്ത കാഡേഴ്സിനെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുക. അപ്പൊ അത് കേരള സമൂഹത്തിന് ഇമ്പാക്ട് ഉണ്ടാകുന്ന കണ്ടപ്പോൾ മുഖ്യമന്ത്രി വന്ന് മാപ്പ് പറയാം. ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു ഗെയിം പ്ലാന്റെ ഭാഗമാണ്. ഈ രണ്ടും ഈ ഒരു സ്പെക്ട്രത്തിന്റെ ഭാഗമാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി മാപ്പ് പറയുന്നു, ഇവർ അതായത് ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ വേറെ സ്വഭാവമാണ്. ഒരു ഭാഗത്ത് കാഡേഴ്സിനെ കൊണ്ട് പാച്ചയ്ക്ക് വിദ്വേഷം വിളിച്ചു പറയാം, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് വലിയ മാന്യമായി വന്നിട്ട് മാപ്പ് പറയാം. ഈ കാഡേഴ്സിനെ തിരുത്താൻ ശ്രമിച്ചിട്ടില്ലോ. ഈ കാഡേഴ്സ് ഇപ്പോഴും ആക്റ്റീവാണ്. ഇതിൽ പല ആൾക്കാരും പ്രവർത്തകരുടെ പേരുകളൊക്കെ എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ. ഞാൻ ആ പേരുകളൊക്കെ പത്രത്തിൽ വന്നിരുന്നു. അവരാരും തിരുത്തിയിട്ടില്ലോ. അവരോട് ആ പോസ്റ്റുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ലോ, അല്ലെങ്കിൽ നടപടിയെടുക്കുന്നു പറഞ്ഞിട്ടില്ലോ. അപ്പൊ അവരെപ്പോഴും ആവശ്യമാണ്. നാളെ ഇതുപോലെ CPMന് ഒരു ബന്ധപ്പെട്ട ഒരു വിഷയം വരികയാണെങ്കിൽ അവർക്കെതിരെ ഇതുപോലെ വിലിഫൈങ് ക്യാമ്പയിൻ നടത്താൻ ഇതേ കേഡേഴ്സിന് ആവശ്യമുള്ളത് ഈ ഒരു തന്ത്രമാണ് ഉപയോഗിച്ച്. ഒരു ഭാഗത്ത് ആൾക്കാരെ ചെയ്ത് പറഞ്ഞവരെ ഒതുക്കുക, മറു ഭാഗത്ത് മുഖം നന്നാക്കാൻ വേണ്ടി വന്ന് വളരെ പ്ലീസിംഗ് ആയിട്ട് മാപ്പ് പറയാം. എഴുത്തുകാരുടെ സമയം ഭാഷ സിദ്ധിയാണ്. അത് സർഗാത്മകമായ വ്യവഹാരങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ കേരളത്തിൽ പല എഴുത്തുകാരും, CPM നിയോഗിച്ച പല എഴുത്തുകാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പച്ചയ്ക്ക് തെറി പറയാനാണ്. ഏറ്റവും മോശപ്പെട്ട അശ്ലീലമായ ഭാഷ. അവർ എഴുത്തുകാരാണ്. എഴുത്തുകാരുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ സർഗാത്മകതയാണ്. പക്ഷെ അവർ CPM അവരെ നിയോഗിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വൃത്തികേടും ആഭാസത്തരം പറയാൻ വേണ്ടി ആർക്കെതിരെയും പറയും. അവർക്ക് പിണറായി വിജയനാണ് അവരെ സാധനം CPM പോലല്ല, പിണറായി വിജയനെ കുറിച്ച് വിമർശിച്ചിരിക്കുന്ന ആരെയും ചെറി പറയാൻ വേണ്ടി നിയുക്തരായിട്ട് ആൾക്കാരാണ്, സ്വയം തീരുമാനിച്ചവരാണ്. അവർക്ക് അവരുടേതായ ചില ഗുണഭോക്താക്കളാണ് അവർ. വേറെ പല സ്ഥാനമാന അംഗീകാരങ്ങൾ സാമ്പത്തികമാണെങ്കിൽ അവർക്ക് കിട്ടിയ വസ്തുതയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്യാമ്പയിൻ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്രിട്ടിക്കൽ മൈൻഡ്സ് ഇല്ലാതിരിക്കുക. അപ്പോ സ്വതന്ത്രവും സത്സന്ധവുമായിട്ട് അഭിപ്രായം പറയുന്ന വ്യക്തികളെ ഇതുപോലെ ബുള്ളി ചെയ്തും അവരെ അപ്പൊ ഇങ്ങനെ ഒരാൾ ഇപ്പൊ KP കണ്ണനെ പോലെ അല്ലെങ്കിൽ സാറിനെ പോലെ ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ ഈ തെറി പറഞ്ഞ നിശബ്ദരാകും. പിന്നെ ഈ ചർച്ചയിൽ അവർ പോയി ഇടപെടില്ല. കാരണം അവർക്ക് ഈ അപമാനം സഹിക്കാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്യും? അവർ പിന്മാറും. അത് തന്നെയാണ് ഉദ്ദേശം. ഇവർ നിശബ്ദരാക്കുക. ഈ വളരെ സെയിനായിട്ടുള്ള വളരെ വിസ്ഡത്തിന്റെ ഒരു പ്രതിദാനമായിട്ട് സംസാരിക്കുന്ന വിമർശനാത്മകമായിട്ട് ചിന്തകരെ കൂടെ നിശബ്ദരാക്കുന്നതിന് പക്ഷെ അതിന്റെ ദോഷം എന്ന് പറയുന്നത് റൈറ്റ് വിങ് ആവാണ്. ഈ ഇടതുപക്ഷ സംഘടനകൾ ഇടതുപക്ഷ ആത്യന്തികമായി എങ്ങനെയാണ്
ഇടതുപക്ഷ ആശയം തന്നെ വിമർശനാത്മക ചിന്തയെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ആശയത്തിനും മുന്നോട്ട് പോകണമെങ്കിൽ അതിന് സമൂഹത്തിൽ മുന്നോട്ട് എപ്പോഴും ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മക ചിന്തയെ ആവശ്യമാണ്. അപ്പൊ അതില്ലാതാക്കുന്ന വഴി എന്താണ്? വലദോഷവൽക്കരിക്കപ്പെട്ടു. അതാണ് പാർട്ടി സ്ട്രക്ചറും പാർട്ടിയുടെ കേഡേഴ്സും പാർട്ടി തന്നെ വലദോഷവൽക്കരിക്കപ്പെട്ടതിന് കാരണം നിരന്തരമായിട്ടുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടാണ്. നിങ്ങൾ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി ആക്രമണം നടത്തുക, അങ്ങനെ അവർ നിശബ്ദരാക്കുക, അങ്ങനെ ആ ശീലിച്ചൊരു തരം മാഫിയവൽക്കരണം നടന്നതിന്റെ ഭാഗമായിട്ട് എന്തായി? പരിപൂർണമായി വലതുവശവൽക്കരിക്കപ്പെട്ട ഒരു സാമൂഹ്യ മാധ്യമത്തിലേക്കാണ് നമ്മൾ. കാര്യം പ്രതിചിന്തകൾ ഉയർത്തേണ്ട, വ്യത്യസ്തമായ ആളുകൾ ഉയർത്തപ്പെടേണ്ട സോഷ്യൽ മീഡിയ ഈ വലതുപക്ഷത്തിന്റെ ഈ ഗവൺമെന്റ് ന്യായീകരിക്കുന്ന ഒറ്റ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മുന്നിലെത്തുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് വരുമ്പോൾ. താങ്കൾ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതാണ് മാർക്സിയൻ ഐഡിയോളജിയുടെ ബേസിസ് തന്നെ. ക്രിട്ടിക്കൽ തിങ്കിങ് അത് മോശം വരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഇതുവരെയുള്ള സാമൂഹ്യ ഉന്നമനത്തിന്റെ ഒരു കാരണം ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരുന്നു. അത് കോൺഗ്രസിന്റെ ആണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും അവിടെയാണ് അത് നഷ്ടം കഴിഞ്ഞാൽ കേരളത്തെ കേരളമാക്കുന്ന പലതും നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്.